വൈകുന്നേരമായാലും വിശപ്പിൻ്റെ ഒരു വിളി. ഇപ്പം വിശപ്പ് അല്പം കൂടുതലാണ് എനിക്ക്. അപ്പോൾ അവിടെ പോയി ഒരു ഹോട്ടലിലേക്ക്. ആ ഹോട്ടലാണ് അമ്പിളി ഹോട്ടൽ. ഹോട്ടലിനെ പറ്റിയിട്ട് വിശദമായി പിന്നെ പറയാം. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് മസാല ദോശ. മസാല ദോശ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ നെയ്റോസ്റ്റിലേക്ക് ഓടിച്ചു. നെയ്റോസ്റ്റ് ഞാനിങ്ങനെ തൊപ്പി വെച്ച നെയ്റോസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണുമ്പം തന്നെ. കൂടെ അലങ്കാരത്തിന് ഒരു വടയും വാങ്ങി. അവിടുത്തെ വടയും മസാല ദോശയും ഭയങ്കര ഫേമസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചത്. പറയാതിരിക്കാൻ വയ്യ. നെയ്റോസ്റ്റ് ഭയങ്കര ക്രിസ്പി ആയിരുന്നു. ക്രിസ്പി എന്ന് പറഞ്ഞാൽ ടിങ് ടിങ് നൊച്ച ഉണ്ടായിരുന്നു അത് പൊട്ടിക്കുമ്പോൾ. ഓരോ പീസും ഭയങ്കര എന്താ പറയുക, നിങ്ങൾ എന്തായാലും ഇത് കഴിച്ചു നോക്കണം. ഒരു ആ നെയ്യും ആ ഒരു ക്രിസ്പിയും ഒന്നും പറയാനില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. അതിന് സൈഡ് ഡിഷായിട്ട് അവർ തരുന്നത് ഒരു തക്കാളി ചമ്മന്തിയും സാമ്പാറും പിന്നെ തേങ്ങാ ചട്നിയാണ് തരുന്നത്. തേങ്ങേൻ്റെ ചട്നി ഫുള്ള് തേങ്ങയാണ്, വെള്ളമല്ല. സാധാരണ നമ്മൾ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലിലും വെള്ളം കൂടുതലും തേങ്ങ ഒരു കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഫുള്ള് തേങ്ങയാണ്. പിന്നെ നമുക്ക് മാസ്റ്റർ പീസ് ഐറ്റമായ വടയിലേക്ക് പോകാം. വട എന്ന് പറഞ്ഞാൽ വടേൻ്റെ മുകളിലത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്പിയാണ്, ക്രഞ്ചി എന്ന് പറയാം. മുറുമുറാന്നിരിക്കും അത്. അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾ ഈ ഹോട്ടലിൽ വരുന്നത് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ മമ്പറം പറയും, ന്യൂ മമ്പറം. മമ്പറം കളിഷാപ്പ് എന്നാണ് പണ്ട് പറയില്ലേ, ഇപ്പം കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് ന്യൂ മമ്പറം എന്ന് പേരിട്ടതിനാണ്. അവിടെ അമ്പിളി ഹോട്ടലിലാണ്. അതിലൂടെ പോകുന്നവർ എന്തായാലും ഒരു പ്രാവശ്യം അത് കഴിച്ച് നോക്കണം. ഒന്നും കൂടി പറയാം, സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള മസാല ദോശയും അത് നിങ്ങൾക്ക് നെയ്റോസ്റ്റ് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ നെയ്റോസ്റ്റാണ് കഴിച്ചത്. പിന്നെ മറക്കാണ്ട് വടയും കഴിക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്.